മേഡം അകത്ത് തന്നെ ഉണ്ട്. ദിലീപേ, ശ്രേയ മേഡം അകത്തുണ്ടല്ലോ അല്ലേ? ഇപ്പൊ എന്തായാലും ആകാശ് സാറ് മേഡത്തിന്റെ ഫ്രണ്ടിൽ പോയി പെട്ടുകൊടുക്കണ്ട. ആകെ വയലന്റ് ആയിരിക്കുമോ മേഡം? അവള് വയലന്റ് ആണോ അല്ലേന്ന് അറിയേണ്ട കാര്യം എനിക്കില്ല. വച്ച് താമസിപ്പിക്കാതെ മുഖത്ത് നോക്കി 2 വർത്താനം പറയാനാണ് വന്നതെങ്കിൽ അത് പറഞ്ഞിട്ടേ പോവും. പാടാമോനെ. എന്താ മാഷ ഇത്? ഇപ്പൊ മേഡത്തെ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? സാറിന് അറിയാലോ മേഡത്തിന്റെ സ്വഭാവം. ദേ ദിലീപേ, കാര്യത്തിന്റെ ഗൗരവം അറിയാതെ ഞങ്ങളെ തടയാൻ നോക്കണ്ട. അതിനുള്ള അവകാശം ദിലീപിനില്ല. മുന്നിന്ന് മാറിയിക്ക്. എന്ത് സംഭവിച്ചാലും ആരെയും കയറ്റി വിടണ്ടെന്നാ മേഡം പറഞ്ഞേക്കുന്നത്. ആ വാക്ക് ലംഘിച്ച കിട്ടുന്ന എനിക്കായിരിക്കും. എന്ത് സംഭവിച്ചാലും നിങ്ങളെ ഞാൻ ക്യാബിനകത്ത് കയറ്റി വിടില്ല. നീങ്ങ വന്നേ. ആകാശ് സാർ നിക്ക്. ഞാൻ പറയുന്നത് കാത്തു നിൽക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. സാറേ പോവാൻ പറ്റില്ല. പുറത്തുനിന്ന് ബഹളം കേൾക്കുന്നുണ്ടല്ലോ. അത് മാഡത്തിന്റെ ക്യാബിനാന്ന് തോന്നുന്നു. ഈശ്വര ഭഗവാനെ, ഏതെങ്കിലും കോൺട്രാക്ട് എടുത്തിട്ട് പെരുമാറുന്നതായിരിക്കണേ. വാ നമുക്ക് നോക്കാം. എന്ത് പ്രശ്നം? അച്ഛനായാലും ശരി മകനായാലും ശരി, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വിവരവും വിവേകവുമാണ് ഒരു മനുഷ്യൻ ആദ്യം ഉണ്ടാവേണ്ടത്. നിങ്ങൾ കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്തിരുന്ന ഒരു അധ്യാപകനല്ലേ? ഒരു സർക്കാർ ഓഫീസിന്റെ വരാന്തയിൽ നിന്ന് തെരുവ് ഗുണ്ടകളെ പോലെ പെരുമാറാൻ നാണം തോന്നില്ലേ? ഞാനൊരു അധ്യാപകനായിരുന്നു മാത്രമല്ല, പാടത്തും പറമ്പിലും പച്ചമണ്ണിൽ ഇറങ്ങി പണിയെടുക്കുന്ന ഒരു കർഷകൻ കൂടിയാണ്. അതറിയോ നിനക്ക്? ഞാൻ നട്ടുവളർത്തുന്ന നെൽക്കതിറിന്റെ ഒരു ഇല വാടിയാൽ എനിക്ക് നോവും. ഞാൻ ആഹാരവും വെള്ളവും കൊടുത്ത് വളർത്തുന്ന എന്റെ പശുക്കളിലൊന്നിന് ഒരു ചെറിയ അസുഖം വന്നാൽ പോലും ഉറങ്ങാതെ കാവലിരിക്കുന്ന കർഷകനാ ഞാൻ. 1ഉം 2ഉം അല്ല, 5 എണ്ണത്തിനാ നീ കൊന്നു തള്ളിയത്. ചാവാറായി കിടപ്പുണ്ട് ഒരു 10-15 എണ്ണം വേറെയും. ഇതിനൊക്കെ വേണ്ടി എന്ത് ദ്രോഹം ഞാൻ നിന്നോട് ചെയ്തത്? ആ മിണ്ടാപ്രാണികൾ നിന്നെ എന്ത് ചെയ്തു? നിന്നെ എന്റെ കുടുംബത്തിലേക്ക് വിളിച്ചു കയറ്റിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? അച്ഛൻ ചോദിച്ചതിന് മറുപടി പറ. എന്തിനാ ഒരു കാരണമില്ലാതെ ഫാമിലിക്ക് വന്നത്? എന്തിനായിരുന്നു ആ പാവം മൃഗങ്ങളെ വിഷം കൊടുത്തു കൊന്നത്? ഞാൻ വിഷം കൊടുത്തു കൊന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അഭിനയിക്കല്ലേ കൂടുതൽ. ഇന്ന് നീ എന്റെ ഫാമിലിക്ക് വന്നില്ല എന്ന് പറയാൻ പറ്റുമോ? എന്തിനായിരുന്നു ആ വരവ്? എന്റെ പശുക്കളെ ഒന്നടങ്കം കൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നില്ലേ? നിങ്ങൾ എല്ലാവരും കേട്ടോ, നിങ്ങളുടെ ഈ മേളം എന്റെ അച്ഛന്റെ പശു ഫാമിലി പോയി. എന്നിട്ട് ആ പാവം പശുക്കൾക്ക് കുടിക്കാനുള്ള വെള്ളത്തില് മാരക വിഷം കലർത്തി. അതിൽ 5 എണ്ണം ചത്തു. ഇനി ചാവാനായിട്ട് കിടപ്പുണ്ട് കുറയണം. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ അറിയ പോലും ചെയ്യാത്ത കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് മാഷെ. പശു ചത്തുന്ന് പോലും ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. വെറുതെ എന്റെ ഓഫീസിലേക്ക് വന്ന് എന്നെ അപമാനിക്കാന്ന് കരുതരുത്. എന്റെ ഫാമിലേക്ക് ഇന്ന് പുറത്തുനിന്ന് വന്നത് നീ മാത്രമാണ്. അപ്പൊ പിന്നെ നിന്നെ അല്ലാതെ വേറെ ആരെയും സംശയിക്കാനാവില്ല ഞങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രമല്ലല്ലോ അവിടേക്ക് വന്നത്. എന്റെ കൂടെ അരവിന്ദനും ഇല്ലായിരുന്നോ? സ്വന്തം മകനെ നിങ്ങൾക്ക് സംശയമില്ല അല്ലേ? മകനായാലും ശരി മരുമകളായാലും ശരി, ഇത് ഞാൻ വെറുതെ വിടുന്നു കരുതണ്ട. താരമോള് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അന്വേഷിക്കട്ടെ. അന്വേഷണത്തിന്റെ ഏതറ്റം വരെയും ഞാൻ പോകും. സത്യം തെളിഞ്ഞു കഴിഞ്ഞാ എന്റെ വേറൊരു മുഖമായിരിക്കും ശ്രേയ കാണാൻ പോകുന്നത്. അതെ, അനാവശ്യ ഭീഷണിയൊന്നും വേണ്ട. ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ അത് ചെയ്തത് ഞാനാണെന്ന് തന്റെ അടുത്തോടെ വിളിച്ചു പറയാൻ എനിക്കറിയാം. മര്യാദയ്ക്ക് ഇറങ്ങി പൊക്കോണം ഇവിടുന്ന്. ഓ,
പോയേക്കാം. ഇത്രയൊന്ന് മുഖത്ത് നോക്കി പറയണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ.